ഹലോ ചാമ്പ്യൻസ്, നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി ഡെസ്കിലിരിക്കുമായിരിക്കും, നിങ്ങളുടെ ബുക്സ് നോക്കുമായിരിക്കും, ആൻഡ് നിങ്ങൾ കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് ആയിരിക്കും. നിങ്ങളുടെ കണ്ണെല്ലാം ഇങ്ങനെ അടഞ്ഞു വരുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും, ഓ എനിക്കൊന്ന് കിടക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. പക്ഷേ റെസ്റ്റ് എടുക്കുന്നതിന് പകരം നിങ്ങൾ അവിടെ എന്ത് ചെയ്യുമായിരിക്കും? നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുമായിരിക്കും. എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ എന്തൊരു മടിയനാണ്, എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ല, എല്ലാ കുട്ടികളും ഈ സമയത്ത് ഇരുന്ന് പഠിക്കുമായിരിക്കും എന്നൊക്കെ നമ്മൾ ധാരാളം നമ്മളെ വഴക്ക് പറയും. പക്ഷേ നിങ്ങൾ സത്യത്തിൽ നിങ്ങൾക്ക് ഒരു മടിയും ഇല്ല മക്കളെ. യു ഹാവ് ബീൻ വർക്കിംഗ് സോ ഹാർഡ്. നിങ്ങൾ എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ? അത് കാരണം തന്നെ ബയോളജിക്കലി യുവർ ബോഡി ആൻഡ് യുവർ ബ്രെയിൻ ജസ്റ്റ് നീഡ് എ ബ്രേക്ക്, ബിക്കോസ് നിങ്ങളുടെ ബയോളജിക്കൽ ബാറ്ററി കംപ്ലീറ്റ് ആയിട്ട് ഡൗൺ ആയി കഴിഞ്ഞു. എന്നിട്ടും നിങ്ങൾ അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നതിന് പകരം കുറച്ചും കൂടി പഠിക്കാം എന്ന് തോന്നുന്ന നിങ്ങളുടെ ആ ഒരു ഇന്റൻഷൻ ഉണ്ടല്ലോ, അത് തന്നെ പറയുന്നുണ്ട് നിങ്ങൾ എന്തുമാത്രം നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ദ പെർഫെക്റ്റ് ട്രാപ്പ്. നിങ്ങൾ ആക്ച്വലി പെട്ടിരിക്കുന്നത് പെർഫെക്ഷൻ ട്രാപ്പിലാണ്. അതായത് നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആകണം എന്ന്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ? നിങ്ങളുടെ ഇത്രയും ടയേർഡ് ആയിട്ടുള്ള, ഇത്രയും എക്സോസ്റ്റ് ആയിട്ടുള്ള ബ്രെയിന് എന്താ പറയാ, കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. ഇനിയും അത് എന്ത് ചെയ്യണം? കുറെ കൂടെ കാര്യങ്ങൾ ഉള്ളിലോട്ട് എടുക്കണം എന്നുള്ളതാണ്. ബട്ട് ആക്ച്വലി അങ്ങനെ ഒന്നും നടക്കില്ല. ബിക്കോസ് നമ്മളെ തന്നെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയും 2 പേജ് ഇനിയും പഠിക്കാം, അല്ലെങ്കിൽ ഫിസിക്സിന്റെ ഒരു ഇക്വേഷൻ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാം, മാത്സിന്റെ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യണം, ബയോ ഇന്ന് പഠിച്ചു തീർക്കണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മുടെ ബ്രെയിനിന് തോന്നും ഇത് എന്തുമാത്രം കാര്യങ്ങൾ എനിക്ക് പഠിച്ചു തീർക്കാനുള്ളത് എന്നുള്ളത്. അപ്പൊ ബ്രെയിൻ കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ആകുന്നതിന് പകരം അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന അറിയാമോ? ബ്രെയിൻ കംപ്ലീറ്റ് ആയിട്ട് ഷട്ട് ഡൗൺ ആയി പോകും. ഇങ്ങനെ ആകുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ എന്ത് പഠിച്ചാലും നമ്മുടെ തലയ്ക്കകത്ത് ഒന്നും തന്നെ കയറത്തില്ല. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തളർന്നിരിക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് എങ്ങനെ പഠിച്ചെടുക്കാം എന്നുള്ളതാണ്. അപ്പം ലെറ്റ്സ് ബിഗിൻ. വേക്ക് യുവർ സെൻസസ്. നമുക്ക് നല്ല ക്ഷീണവും തളർച്ചയും ഒക്കെ തോന്നുന്ന സമയത്ത് ഒന്ന് എഴുന്നേക്കാം മക്കളെ. എന്നിട്ട് തണുത്ത വെള്ളം കൊണ്ടൊന്ന് മുഖം വാഷ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ക്ഷീണം ഉണ്ടല്ലോ അത് ഒരു പരിധി വരെ ഒന്ന് കുറഞ്ഞു കിട്ടും. സൈലൻസ് ദ ഡിജിറ്റൽ നോയ്സ്. നിങ്ങളുടെ ഫോണും ലാപ്ടോപ്പും ഒക്കെ ക്ലോസ് ചെയ്ത് വെക്കാം. ഫോൺ ഏതെങ്കിലും ഡ്രോയറിന്റെ അകത്തോട്ട് വെക്കുക. ഇനി എപ്പോഴും ഫോൺ യൂസ് ചെയ്യണ്ട എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ബിക്കോസ് ഫോൺ ഇപ്പം നമ്മുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടായി മാറിക്കഴിഞ്ഞു അല്ലേ. അപ്പം ചില സമയത്ത് നമ്മൾ ഹ്യൂമൻസ് അല്ലേ, ചില സമയത്ത് നമുക്കും റെസ്റ്റ് എടുക്കണമല്ലോ. ആ സമയത്ത് നിങ്ങൾക്ക് ഫോൺ നോക്കുന്നതിൽ ഒരു പ്രശ്നമില്ല മക്കള്. പക്ഷേ നമ്മൾ ഓൾറെഡി തളർന്നിരിക്കുന്ന സമയത്ത് ഫോണും കാര്യങ്ങളും ഒന്നും നോക്കാതിരിക്കുന്നതാണ് ബെറ്റർ. ബിക്കോസ് അത് കൂടുതൽ നിങ്ങളെ എക്സോഷനിലോട്ട് പുഷ് ചെയ്ത് വിടത്തേ ഉള്ളൂ. ബിക്കോസ് ആ ഒരു ഗ്ലോയിങ് സ്ക്രീനും ആ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമ്മുടെ ബ്രെയിനിന് കുറെ കൂടെ ലോഡ് ക്രിയേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. ദ സിംഗിൾ ബുക്ക് റൂൾ. സ്റ്റഡി ഡെസ്കിൽ ഒരിക്കലും ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ ഒരുപാടധികം സ്റ്റഡി മെറ്റീരിയൽസ് വയ്ക്കാണ്ടിരിക്കാം. ബിക്കോസ് നമുക്ക് അത് കാണുമ്പോൾ തന്നെ തോന്നും അയ്യോ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു തീർക്കണമല്ലോ എന്ന്. അതുകൊണ്ട് മാക്സിമം എല്ലാ കാര്യങ്ങളും സ്റ്റഡി ഡെസ്കിൽ അവോയ്ഡ് ചെയ്യുക. ഒരു ബുക്ക് പഠിക്കാനിരിക്കുന്ന ഒരു ബുക്കും ഒരു പേന, പെൻസിൽ, ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രം മതി. ഒരുപാടധികം ക്ലട്ടർ ചെയ്ത് ഒരിക്കലും വെക്കരുത്. ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു വർക്ക് സ്പേസ് ആയിരിക്കണം. എംബ്രേസ് ദി അനലോഗ്. അതായത് നമ്മുടെ ഈ മിക്ക കുട്ടികളും ഫോണിലും ലാപ്പിലൊക്കെ ആയിരിക്കുമല്ലോ നോട്ട്സ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് നോക്കിയിട്ടായിരിക്കും പഠിക്കുക. അതിന് പകരം നമ്മുടെ ഹാൻഡ് റിട്ടൺ നോട്ട്സ് എടുത്ത് നമ്മൾ ടേബിളിൽ വെക്കുക. ബിക്കോസ് ഈ ഹാൻഡ് റിട്ടൺ നോട്ട്സ് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു പ്രൗഡ് ഫീൽ തോന്നും, ഞാൻ ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ എന്നുള്ളത്. അപ്പൊ അതൊരു ഡിജിറ്റൽ നോട്ടിനേക്കാളും എത്രയോ അധികം നല്ലതാണ് ഒരു ഹാൻഡ് റിട്ടൺ നോട്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പ്രിന്റ് എടുത്ത് വെച്ചിട്ടുള്ള നോട്ട്, പ്രിന്റ് എടുത്ത് വെച്ച നോട്ടും ആയിരിക്കാം. അപ്പൊ അങ്ങനത്തെ നോട്ട്സ് എപ്പോഴും നിങ്ങളുടെ സ്റ്റഡി ഡെസ്കിൽ വയ്ക്കാം. എ വിഷ്വൽ ക്ലെൻസർ. നമ്മുടെ സ്റ്റഡി ടേബിളിന് ചുറ്റും കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് എപ്പോഴും വയ്ക്കാം. അപ്പൊ നമുക്കൊന്ന് നമ്മുടെ കണ്ണുകൾക്കൊന്ന് ക്ഷീണം തോന്നുന്ന സമയത്ത് ആ ഒരു ഇൻഡോർ പ്ലാന്റ്സിന് അടുത്തൊക്കെ പോയി നിന്ന് ആ പ്ലാന്റ്സിന്റെ ഭംഗിയൊന്ന് ആസ്വദിക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ആ ടൈമിലുള്ള സ്ട്രെസ് ലെവൽ ഉണ്ടല്ലോ അത് ഒരുപാടധികം റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കും. സിംപ്ലിഫൈ ദ സബ്ജക്ട്. നമ്മുടെ ടാസ്കിനെ സ്മോൾ ആക്കാനായിട്ട് നോക്കാം. അതായത് ഇപ്പൊ ബയോളജിയിലെ ഒരു കംപ്ലീറ്റ് ചാപ്റ്റർ എന്തായാലും നമ്മൾ എക്സോസ്റ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത്
അത് വായിച്ച് തീരത്തില്ല. ബിക്കോസ് ആ ചാപ്റ്റർ വായിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുറേ കൂടെ ഉറക്കം നമുക്ക് വരും അല്ലേ. അപ്പൊ അതിന് പകരം ഒരു പെർട്ടിക്കുലർ ഡയഗ്രാം എടുക്കുക. ഫോർ എക്സാമ്പിൾ ഹ്യൂമൻ ഹാർട്ടിന്റെ ഡയഗ്രാം നോക്കാം. അപ്പൊ ആ ഡയഗ്രാമിനെ ഒന്ന് നോക്കാം. അതിൽ ഇത്ര ചേമ്പേഴ്സ് ഉണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്, വാൽവ് ഉണ്ട് എന്നൊക്കെ നോക്കാം. അതേപോലെ തന്നെ ഒരു കംപ്ലീറ്റ് എസ്സേ പഠിക്കുന്നതിന് പകരം ചെറിയൊരു പാരഗ്രാഫ് വായിച്ചു നോക്കുക. അതിനെ ബുള്ളറ്റ് പോയിന്റ്സ് ആക്കി കൺവേർട്ട് ചെയ്യാൻ നോക്കുക. എന്നിട്ട് അതിനെ സ്വന്തം സെന്റൻസിൽ കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കാം. ജസ്റ്റ് 20 minutes ഒരു ടൈമർ എടുക്കുക. 20 minutes സെറ്റ് ചെയ്യുക. എന്നിട്ട് സ്വയം പറയാം, ഞാൻ ഈ 20 minutes കൂടി മാത്രമേ പഠിക്കത്തുള്ളൂ. 20 minutes കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ബ്രെയിനിന് റെസ്റ്റ് കൊടുക്കും എന്ന്. നമ്മൾ എന്ത് കാര്യം തുടങ്ങാനാണ് പ്രയാസം മക്കളെ. അപ്പൊ നമ്മൾ ഈ 20 minutes എന്ന് പറഞ്ഞ് ഒന്നിരുന്ന് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഒരു 10 minutes എക്സ്ട്രാ നമ്മൾ പഠിച്ചോളൂ. ഓക്കെ, ഇനി ആ 10 minutes കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ലോണം ക്ഷീണം വരുന്നുണ്ടെങ്കിൽ ബുക്ക് ക്ലോസ് ചെയ്യുക ആൻഡ് നിങ്ങളുടെ ബ്രെയിനിന് നല്ലോണം റെസ്റ്റ് കൊടുക്കുക. ഇനി ഈ 20 minutes നിങ്ങൾ ഒരുപാട് കാര്യങ്ങളൊന്നും പഠിച്ചിട്ടുണ്ടായിരിക്കില്ല, ബട്ട് എന്തായാലും കുറച്ച് കാര്യം നല്ല രീതിയിൽ നിങ്ങളുടെ ബ്രെയിനിൽ പോയിട്ടുണ്ടായിരിക്കും. സോ യു ഹാവ് പ്രൂവ്ഡ് യുവർ സെൽഫ് ദാറ്റ് യു ആർ അൺസ്റ്റോപ്പബിൾ. നിങ്ങൾ നിങ്ങളുടെ എക്സോഷനെ വിൻ ചെയ്തിരിക്കുന്നു. നിങ്ങൾ ക്വിറ്റ് ചെയ്തില്ല. എത്ര എക്സോഷൻ വന്നാലും ഒന്നും പഠിക്കാണ്ടിരുന്നിട്ടില്ല. പക്ഷേ എക്സോഷൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്ഷീണം വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിൽ ടെൻഷൻ കാണും, അത് പഠിക്കണം ഇത് പഠിക്കണം എന്നൊക്കെ. നമ്മൾ ബുക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ നോക്കും, ബട്ട് സത്യത്തിൽ ഒന്നും നമ്മളെ തലയിൽ കയറത്തില്ല. സോ എക്സോഷൻ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ടിപ്സ് ഫോളോ ചെയ്യുക. കുറച്ച് കാര്യം അത് നിങ്ങളുടെ ബ്രെയിനിൽ എന്തായാലും കയറിയിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ റെസ്റ്റ് എടുക്കുക. ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത് isn't born on easy days when you feel fully rested. ചില ദിവസങ്ങളിൽ നമ്മൾ എക്സോഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ക്ഷീണം തോന്നുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ, ഈ പഠിക്കുന്ന സമയത്തിൽ നമുക്ക് തളർച്ചയും ക്ഷീണവും ഒക്കെ തോന്നുന്നത് സ്വാഭാവികമാണ്. അത് നാച്ചുറൽ ആണ്, അങ്ങനെ തോന്നും. ബിക്കോസ് നിങ്ങൾ ഫുൾ ഡേ സ്കൂളിൽ പോയി പഠിച്ചും കഴിഞ്ഞും എല്ലാം വന്നതിന് ശേഷം വീണ്ടും വീട്ടിലിരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിനെ കൊണ്ടത് താങ്ങുന്നതിനും അപ്പുറമാണ് അല്ലെ. അപ്പൊ ഈ എക്സോഷൻ എന്ന് പറയുന്നത് അതൊരു നോർമൽ കാര്യമാണ്. ഇനി അത് ഓർത്തിട്ട് അത് എനിക്ക് മാത്രമേ സംഭവിക്കുന്നുള്ളൂ, ഞാൻ മാത്രമാണ് ഇങ്ങനെ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഒന്നിനും പറ്റത്തില്ല എന്നുള്ള ചിന്ത ഒന്നും വേണ്ട. യു ഹാവ് ദ പവർ ടു കോൺകർ യുവർ ലൈഫ്. നിങ്ങളെ കൊണ്ട് ഉറപ്പായിട്ടും പഠിക്കാനായിട്ടും മുന്നോട്ട് പോകാനും നിങ്ങളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാനും കരിയറിൽ നല്ലൊരു പൊസിഷനിലെത്താനും നിങ്ങളെ കൊണ്ട് ഉറപ്പായിട്ടും സാധിക്കും. ഒരു ചെറിയ എക്സോഷൻ ഒരിക്കലും നിങ്ങളെ തളർത്താനായിട്ട് പറ്റില്ല. അപ്പം ഇന്ന് തൊട്ട് തന്നെ പഠിച്ചു തുടങ്ങാം. കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ആ ടോപ്പിക്സ് സജസ്റ്റ് ചെയ്ത് തരിക. ഓക്കെ, സോ ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മക്കളെ.